Hi everyone. Center of gravity തന്നെ continuation ആയിട്ട് വരുന്ന equilibrium എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. equilibrium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ സന്തുലിതാവസ്ഥ, ഒരു ഒബ്ജക്റ്റിന്റെ equilibrium അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. First one, എന്താണ് equilibrium? Equilibriumത്തിന്റെ definition ആണ് തന്നിട്ടുള്ളത്. A body is said to be in equilibrium if the resultant of all the forces acting on a body is zero and if there is no turning moment. അതായത് ഒരു ബോഡി equilibriumത്തിൽ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സസ്, അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും താഴെ നിന്നും മേലെ നിന്നും രണ്ട് സൈഡിൽ നിന്നും എല്ലാം ആക്ട് ചെയ്യുന്ന ഫോഴ്സസിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കണം? അത് സീറോ ആയിരിക്കണം. ആൻഡ് ഇഫ് ദർ ഈസ് നോ ടേണിംഗ് മൊമെന്റ്, അതായത് ആ ബോഡി തിരിയാനോ, ടേണിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നും തെന്നി നീങ്ങാനോ ഒന്നും പാടില്ല. അങ്ങനെയുള്ളതിനെ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത്. A body is said to be in equilibrium if the resultant of all the forces acting on a body is zero and if there is no turning momentum. Three states of equilibrium. Equilibriumത്തിന്റെ മൂന്ന് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റേബിൾ equilibrium ഉണ്ട്, അൺസ്റ്റേബിൾ equilibrium ഉണ്ട്, ന്യൂട്രൽ equilibrium ഉണ്ട്. നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ഫണലാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സ്റ്റേബിൾ equilibrium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഒരു ഫണലിന്റെ ബേസ്, സർക്കിൾ ബേസ് നമ്മൾ ആ സർഫസിന്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എന്തായിരിക്കും? ഈ ഫണൽ സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഇരിക്കുക, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ equilibrium. അൺസ്റ്റേബിൾ equilibrium എന്ന് പറയുമ്പോൾ അതിന്റെ ടിപ്പ്, ഫണലിന്റെ ടിപ്പാണ് നമ്മൾ താഴെ വെക്കുന്നുണ്ടെങ്കിൽ അതിന് അൺസ്റ്റേബിൾ equilibrium എന്നാണ് പറയാം. ദെൻ ന്യൂട്രൽ equilibrium, ഒരു ഫണലിനെ സൈഡിൽ നമ്മൾ കിടത്തി അതിനെ വെക്കുകയാണെങ്കിൽ അത് ന്യൂട്രൽ equilibriumത്തിലായിരിക്കും. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേബിൾ equilibrium. Stable equilibrium, a body is said to be in a stable equilibrium if it returns to its original position when slightly displaced. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു കോണ് കാണിച്ചിട്ടുണ്ട്. ആ കോൺ അതിന്റെ സർക്കുലർ ബേസ് സർഫസിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് മേലേക്ക്, അപ്രൈറ്റ് പൊസിഷനിൽ നമ്മൾ ആ കോണിനെ വെച്ചിട്ടുണ്ട്. ഈ കോണിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പൊസിഷനിൽ നമ്മൾ ചെറിയൊരു സ്ലൈറ്റ്ലി ആ കോണിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നിങ്ങോട്ട് ചരിച്ചാലും ഈ ആരോ മാർക്ക് കാണിച്ചതുപോലെ കോണ് തിരിച്ചു വന്ന് അതിന്റെ പഴയ പൊസിഷനിൽ തന്നെ ഇരിക്കും. അങ്ങനെ പഴയ പൊസിഷനിൽ തന്നെ വന്ന് ഇരിക്കാൻ ആ കോണിന് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ഈ കോണ് സ്റ്റേബിൾ equilibriumത്തിലാണ് എന്ന് പറയാം. കോണിനെ ഇങ്ങനെ വെച്ചാൽ മാത്രമല്ലേ കോണിന് തിരിച്ച് അതേ പൊസിഷനിൽ വന്നിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റേബിൾ equilibriumത്തിലാവണമെങ്കിൽ എന്തായിരിക്കണം? ആ കോണിന് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ആസ് ലോ ആസ് പോസിബിൾ. കോണിനെ ബേസിൽ നമ്മൾ ആ കോണിനെ വെച്ചാൽ മാത്രമേ ആ കോണിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താവുള്ളൂ? താഴേക്ക് വരുള്ളൂ. ഈ കോണിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് നോക്കാം. ഇതിന്റെ മെയിൻ ഇതിന്റെ വെയിറ്റ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എവിടെയായിരിക്കും? ഏകദേശം താഴ്ന്ന പൊസിഷനിലായിരിക്കും അതിന്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്തായിരിക്കും? അതിന്റെ വെയിറ്റ് ആസ് ലോ ആസ് പോസിബിൾ, എത്രയും താഴെയാണോ അത്രയും താഴെയാണെങ്കിൽ ആ ബോഡിക്ക് സ്റ്റേബിൾ equilibriumത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നതാണ് എ ബോൾ ഓൺ എ കോൺകേവ് സർഫസ്. ഒരു കോൺകേവ് സർഫസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഒരു സർഫസ് ആണ്, നടുഭാഗം താഴ്ന്നിട്ടുള്ള ഒരു ആർക്ക്. അങ്ങനെ ഒരു കോൺകേവ് സർഫസിലേക്ക് നമ്മൾ ഒരു ബോളിനെ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ബോൾ സ്റ്റേബിൾ ആണ്. ബോൾ മേലേക്കും താഴേക്കും മൂവ് ചെയ്താൽ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യും? സെന്ററിൽ തന്നെ നിൽക്കും. The next പറയുന്നത് unstable equilibrium. എന്താണ് unstable equilibrium? A body is said to be in an unstable equilibrium if it does not returns to its original position when slightly displaced. ആ കോണിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ടിപ്പിലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കോൺ സ്റ്റേബിൾ അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ പറയാം. നമുക്ക് ഇങ്ങനെയൊക്കെയോ നമ്മൾ ഈ പൊസിഷനിൽ വെച്ചു, ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് നടത്തിയാൽ എന്താണ്ടാവുക? കോണ് മറിഞ്ഞു വീഴും. പിന്നെ ആ കോണിന് തിരിച്ച് അതേ പൊസിഷനിലേക്ക് വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺസ്റ്റേബിൾ equilibrium എന്ന് പറയുന്നത്. ഈ കേസിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഹൈ പോയിന്റ്സിലായിരിക്കും. അതായത് കോണിന്റെ ഇരിപ്പ് വെച്ചിട്ട് കോണിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിരിക്കും? അല്ലെങ്കിൽ കോണിന്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിരിക്കും? അതിന്റെ മേലത്തെ പോർഷനിലായിരിക്കും. അതുകൊണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി അൺസ്റ്റേബിൾ equilibriumത്തിൽ ഹൈ പോയിന്റ്സിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? The center of gravity falls, taking it away from its original position. അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യും? മറ്റൊരു പൊസിഷനിലേക്ക് തെന്നി മാറും. പിന്നെ അതിന് തിരിച്ചു വരാൻ പറ്റില്ല. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് മറ്റൊന്ന് പറയുന്നത് ഏതാണ്? എ ബോൾ ഓൺ എ കോൺവെക്സ് സർഫസ്. നമുക്കറിയാം കോൺവെക്സ് സർഫസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്ക് എടുത്ത് അതിന്റെ മേൽഭാഗം പൊന്തിയിരിക്കുന്ന ഒരു ആർക്കിനെയാണ് നമ്മൾ കോൺവെക്സ് സർഫസ് എന്ന് പറയുന്നത്. ആ കോൺവെക്സ് സർഫസിന്റെ മേലെ നമ്മൾ ടിപ്പിൽ കൊണ്ടുപോയിട്ട് ബോൾ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോളിന് ഒരു ചെറിയ അനക്കം കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് തെന്നി വീഴും.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ഇക്വിലിബ്രിയം. എന്താണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ എ ന്യൂട്രൽ ഇക്വിലിബ്രിയം ഇഫ് on being slightly displaced it takes a new position similar to its original one. അതായത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡി നമ്മൾ അതിനൊരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, അതിനെ ചെറിയ തട്ടിക്കൊടുത്ത് അതിനൊരു ചെറിയ അനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് മറ്റൊരു പൊസിഷനിൽ പോയി കടന്നിട്ട് വീണ്ടും അത് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആയിട്ട് നിൽക്കും. അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. എക്സാമ്പിൾ എന്താണ്? ഒരു കോണ്, ആ നേരത്തെ കാണിച്ച കോണിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സർഫസിൽ നമ്മൾ കിടത്തി വെച്ചു. കിടത്തി വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഉരുട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അത് മറ്റൊരു പൊസിഷനിൽ പോയിട്ട് വീണ്ടും സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ? ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ കേസിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? സെന്റർ ഓഫ് ഗ്രാവിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ്. സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഒരു മാറ്റവും വരില്ല. അതായത് ഒരു ബോൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള പരന്ന പ്രതലത്തിൽ ഒരു ബോൾ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബോൾ ഉരുണ്ടുപോയിട്ട് വേറൊരു പൊസിഷനിൽ നിൽക്കും. അപ്പൊ അതിനെ ന്യൂട്രൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇനി സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആസ് ലോ ആസ് പോസിബിൾ, ഏറ്റവും താഴ്ന്ന രീതിയിൽ താഴ്ന്ന പൊസിഷനിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് നിൽക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ആ ബോഡി അത്രയും സ്റ്റേബിളി ഇക്വിലിബ്രിയം ആയിരിക്കും. പിന്നെ ഒന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഷുഡ് ഹാവ് എ ബ്രോഡ് ഫേസ്. നമുക്ക് മനസ്സിലായി പറഞ്ഞ എക്സാമ്പിളിൽ നിന്നും ഒരു കോണിന്റെ ബേസ് ബോർഡ്, അതിന്റെ ബോർഡ് ബേസ് ആയിട്ടുള്ള സർക്കിൾ നമ്മൾ താഴേക്ക് വെച്ചപ്പോൾ ആണ് എന്ത് സംഭവിച്ചത്? അതിന് സ്റ്റേബിളി നമുക്ക് അതിന് ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ബ്രോഡ് ബേസ്. അതിന്റെ ബേസ് ബ്രോഡ് ആയിട്ടുള്ളതായിരിക്കണം. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ഫോൾ വിത്തിൻ ദ ബേസ്. നമ്മൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻ നമ്മൾ നേരത്തെ കണ്ടു. കോണിന്റെ മേലത്തെ ടിപ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് ബേസിലേക്ക് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ലൈനിലാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കിടക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ കിടക്കുള്ളൂ.